പണ്ടേ നോവായി വിണ്ടത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്ത മനുഷ്യരാണല്ലേ. ഓരോ മനുഷ്യരെ കാണുമ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മനസ്സിലാവുക. ചെറിയ ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പരാതി പറയുന്നത് നമ്മള് മറ്റുള്ളവരിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂനൂരുള്ള കാരുണ്യ തീരത്തിലേക്കാണ്. ഇവിടെ കാരുണ്യ തീരത്തിന്റെ പ്രതീക്ഷാഭവനം നമ്മുടെ ലിസ കോളേജിലെ വിദ്യാർത്ഥികളും ചെറിയ ചെറിയ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡേന്റെ ഭാഗമായിട്ട് മീറ്റ് ദ ബഡ്ഡി എന്ന പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ അധികം ഉണ്ടായിരുന്നത് ഉറ്റവരെ നഷ്ടപ്പെട്ട, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട, ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു കേട്ടോ. ഇവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബഡ്ഡിയെ നൽകുക, അത് നല്ലൊരു ഫ്രണ്ടിനെ നൽകുക എന്നതായിരുന്നു കേട്ടോ ഇതിന്റെ ആശയം. അവിടെയുള്ള ഓരോ കുട്ടിക്കും നല്ലൊരു ഫ്രണ്ടിനെ നൽകി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുക എന്നതായിരുന്നു കേട്ടോ ഇവരുടെ പ്രധാന ലക്ഷ്യം. രാവിലെ തുടങ്ങിയ പരിപാടിയിലേക്ക് ഞാൻ ബിസിനസ് പാർക്ക് എത്തുമ്പോൾ ലേസം വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പം കുട്ടികളൊക്കെ അടിച്ചു പൊളിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ലിസ കോളേജിലെ BSW സ്റ്റുഡൻസ് ഈ പരിപാടിനെ മനസ്സിൽ തൊട്ട് ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ. കാരണം പരിപാടി കഴിയുമ്പോഴേക്കും ഈ സ്റ്റുഡൻസ് അവരുടെ ആരൊക്കെയോ ആയി മാറി. ചേച്ചിന്നും അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഒരുപാട് പാട്ടും ഡാൻസുകളായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ സമ്മാനിച്ചത്. സ്റ്റുഡൻസിന്റെ വക നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് കാരുണ്യതീരം ടീമിനോട് നമ്മൾ ലിസ കോളേജ് വിദ്യാർത്ഥികളോടൊക്കെ ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കാട്ടോ. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ.